ലേവ്യർ 4-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രഖ്യാപിക്കുക: വിലക്കപ്പെട്ടവയെക്കുറിച്ചുള്ള ഏതെങ്കിലും കർത്തൃകൽപ്പനകളിൽ നിന്നകന്ന് ഒരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത് അവയൊന്നിൽ വ്യാപരിക്കുന്നു എന്നിരിക്കട്ടെ. അഭിഷിക്ത പുരോഹിതനാണ് ജനത്തിൻ്റെ അപരാധത്തിനിടയാകും വിധം പാപം ചെയ്യുന്നതെങ്കിൽ താൻ ചെയ്ത പാപത്തെ പ്രതി അവൻ തികവുറ്റ ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായി സമർപ്പിക്കണം. അവൻ മൂരിയെ സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്തൃസന്നിധിയിൽ കൊണ്ടുവരണം. മൂരിയുടെ തലയിൽ തൻ്റെ കൈവച്ചിട്ട് കർത്തൃസന്നിധിയിൽ മൂരിയെ അറക്കണം. അഭിഷിക്ത പുരോഹിതൻ മൂരിയുടെ രക്തത്തിൽ നിന്നെടുത്ത് സമാഗമകൂടാരത്തിലേക്ക് അത് കൊണ്ടുചെല്ലണം. പുരോഹിതൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി കർത്തൃസന്നിധിയിൽ വിശുദ്ധസ്ഥലത്തിൻ്റെ തിരശ്ശീല മുഖത്ത് 7 പ്രാവശ്യം കുറച്ചു രക്തം തൂകണം. തുടർന്ന് പുരോഹിതൻ സമാഗമകൂടാരത്തിലുള്ള കർത്തൃസന്നിധിയിലെ പരിമളധൂപന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ കുറച്ചു രക്തം പുരട്ടണം. അനന്തരം സമാഗമകൂടാര വാതിൽക്കലുള്ള ഹോമബലിപീഠത്തിൻ്റെ ചുവട്ടിൽ മൂരിയുടെ രക്തം മുഴുവനും ഒഴിക്കണം. പാപമുക്തിയാഗത്തിനുള്ള മൂരിയുടെ മേധസ്സു മുഴുവൻ അതിൽ നിന്നു മാറ്റണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനു മേലുള്ള മേധസ്സു മുഴുവനും, ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പ് പാളിയും അവൻ വേർതിരിക്കണം. സമാധാന ബലിക്കുള്ള കാളയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ എന്ന പോലെ അവ ഹോമബലിപീഠത്തിന്മേൽ പുരോഹിതൻ ധൂപാർപ്പണമാക്കണം. എന്നാൽ മൂരിയുടെ തോലും അതിൻ്റെ തലയിലെയും കാൽവണ്ണയിലെയും മാംസം മുഴുവനും ആന്തരാവയവവും ചാണകവും മൂരിയെ അപ്പാടെ പാളയത്തിനു വെളിയിൽ നെയ്ച്ചാരമിടുന്ന ശുദ്ധിയുള്ള സ്ഥലത്തു കൊണ്ടുചെന്ന് വിറകിന്മേൽ തീയിൽ ദഹിപ്പിക്കണം. നെയ്ച്ചാരം തള്ളുന്ന സ്ഥലത്ത് തന്നെ അത് ദഹിപ്പിക്കപ്പെടണം. ഇസ്രായേൽ സമൂഹം മുഴുവനും അബദ്ധം കാട്ടുകയും അക്കാര്യം സംഘത്തിൻ്റെ ദൃഷ്ടികളിൽ നിന്ന് ഗുപ്തമായിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അതായത്, ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള സകല കർത്തൃകൽപ്പനകളിലും നിന്ന് ഒന്നു ലംഘിച്ച് അവർ കുറ്റക്കാരാകുന്നുവെങ്കിൽ അതിനെതിരെ അവർ ചെയ്ത പാപം തിരിച്ചറിയുമ്പോൾ സംഘം ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായി കാഴ്ചവെക്കണം. അതിനെ അവർ സമാഗമകൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ വച്ച് സമൂഹശ്രേഷ്ഠന്മാർ മൂരിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. കർത്തൃസന്നിധിയിൽ അവൻ മൂരിയെ അറക്കണം. അഭിഷിക്ത പുരോഹിതൻ മൂരിയുടെ കുറച്ചു രക്തം സമാഗമകൂടാരത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ തൻ്റെ വിരൽ മുക്കി കർത്തൃസന്നിധിയിൽ തിരശ്ശീല മുഖത്ത് രക്തത്തിൽ നിന്ന് 7 തവണ തൂകണം. അവൻ സമാഗമകൂടാരത്തിലുള്ള കർത്തൃസന്നിധിയിലെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ കുറച്ചു രക്തം പുരട്ടണം. സമാഗമകൂടാര വാതിൽക്കലുള്ള ഹോമബലിപീഠത്തിൻ്റെ ചുവട്ടിൽ മുഴുവൻ രക്തവും ഒഴിക്കണം. അതിൻ്റെ മേധസ്സു മുഴുവനും അതിൽ നിന്ന് മാറ്റി ബലിപീഠത്തിൽ അവൻ ധൂമിക്കണം. പാപമുക്തിയാഗത്തിനുള്ള മൂരിയോട് ചെയ്തതുപോലെ ഈ മൂരിയോടും അവൻ ചെയ്യണം. അങ്ങനെ തന്നെ അതിനോട് ചെയ്യണം. പുരോഹിതൻ അവരെ പ്രതി പരിഹാരം ചെയ്യുമ്പോൾ അവരോട് ക്ഷമിക്കപ്പെടും. അനന്തരം ആദ്യത്തെ മൂരിയെ ദഹിപ്പിച്ചതുപോലെ ഈ മൂരിയെയും പാളയത്തിനു വെളിയിൽ കൊണ്ടുപോയി ദഹിപ്പിക്കണം. ഇതാണ് സംഘത്തിൻ്റെ പാപമുക്തിയാഗം. അധികാരിയായവൻ പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അതായത്, ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള ദൈവമായ കർത്താവിൻ്റെ സകല കൽപ്പനകളിലും നിന്ന് ഒന്ന് അബദ്ധവശാൽ ലംഘിച്ച് അവൻ കുറ്റക്കാരനാകുന്നു. അഥവാ താൻ പാപം ചെയ്തത് എന്തിലെന്ന് അവന് ബോധ്യപ്പെടുന്നു. അപ്പോൾ അവൻ തൻ്റെ കാഴ്ചവസ്തുവായി തികവുറ്റ ഒരു കോലാട്ടിൻമുട്ടനെ കൊണ്ടുവരണം. അവൻ മുട്ടാടിൻ്റെ തലയിൽ തൻ്റെ കൈവയ്ക്കുകയും കർത്തൃസന്നിധിയിൽ ഹോമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറക്കുകയും വേണം. ഇത് പാപമുക്തിയാഗമാണ്. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ കുറച്ചു രക്തം എടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. രക്തം ഹോമബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിൻ്റെ മേധസ്സു മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിൻ്റെ മേധസ്സു പോലെ ബലിപീഠത്തിൽ ധൂമിക്കണം. അങ്ങനെ പുരോഹിതൻ അവനെ പ്രതി അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള കർത്തൃകൽപ്പനകളിൽ നിന്ന്
ഒന്ന് ലംഘിച്ചതിലൂടെ സാധാരണക്കാരനായ ഒരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത് കുറ്റക്കാരനായെന്നിരിക്കട്ടെ, അഥവാ താൻ ചെയ്ത പാപം അവന് ബോധ്യപ്പെടുന്നു. അപ്പോൾ താൻ ചെയ്ത പാപത്തെ പ്രതി അവൻ തികവുറ്റ ഒരു കോലാട്ടിൻ പെൺകുഞ്ഞിനെ തൻ്റെ കാണിക്കയായി കൊണ്ടുവരണം. അവൻ പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവച്ച് ഹോമസമർപ്പണ സ്ഥലത്തു വെച്ച് പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ അറക്കണം. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് അതിൻ്റെ കുറച്ചു രക്തം എടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. എന്നിട്ട് അതിൻ്റെ രക്തം മുഴുവനും ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. സമാധാന ബലിമൃഗത്തിൽ നിന്ന് മേധസ് വേർതിരിക്കപ്പെട്ടതുപോലെ അതിൻ്റെ മുഴുവൻ മേധസ്സും അവൻ വേർതിരിക്കണം. അനന്തരം കർത്താവിന് സുരഭില പരിമളത്തിനായി പുരോഹിതൻ ബലിപീഠത്തിൽ ധൂമിക്കണം. അങ്ങനെ പുരോഹിതൻ അവനെപ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. പാപമുക്തിയാഗത്തിനുള്ള തൻ്റെ കാണിക്കയായി ഒരു ചെമ്മരിയാടിനെയാണ് അവൻ കൊണ്ടുവരുന്നതെങ്കിൽ തികവുറ്റ പെണ്ണാടിനെയാണ് കൊണ്ടുവരേണ്ടത്. പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ തൻ്റെ കൈവയ്ക്കണം. ഹോമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് പാപമുക്തിയാഗമായി അവൻ അതിനെ അറക്കണം. പുരോഹിതൻ തൻ്റെ വിരൽ കൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിൻ്റെ കുറച്ചു രക്തം എടുത്ത് ഹോമബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. എന്നിട്ട് അതിൻ്റെ രക്തം മുഴുവനും ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. അവൻ അതിൻ്റെ മേധസ്സു മുഴുവനും സമാധാന ബലിമൃഗമായ ചെമ്മരിയാടിൽ നിന്ന് മേധസ് വേർതിരിക്കപ്പെട്ടതുപോലെ വേർതിരിക്കണം. ബലിപീഠത്തിൽ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങൾക്കുമേൽ പുരോഹിതൻ അവ ധൂമിക്കണം. അങ്ങനെ പുരോഹിതൻ താൻ ചെയ്ത പാപങ്ങളെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും.